ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിക്കി നോട്ട്സ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിനകത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനകത്ത് ഈ ഒരു ഹോൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറീസ് ആയിരിക്കും. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് പലതവണ 1 മാർക്കിനും 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ജസ്റ്റ് കാണിച്ചേക്കുന്നത്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ റേറ്റ് ഓഫ് ടാക്സ് കാണിച്ചേക്കുന്നത് നമ്മളുടെ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അതേപോലെ തന്നെ ഡിഡക്ഷൻസ്, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മൾക്ക്, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, സോ 80G ഉണ്ട്, 80GGA ഉണ്ട്, അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്. പക്ഷെ അതേപോലെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ തവണയും ഒരു 15 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻകം ഓഫ് ATP എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ATP ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഈ ATP തന്നെ പലതവണ 15 മാർക്സിനും 4 മാർക്സിനും നമ്മളുടെ അടുത്ത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ATPന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ATP നമ്മൾ പഠിച്ചാൽ മാത്രമേ, അതായത് ഇതിനകത്തുള്ള ഒരു ഏകദേശം അത്യാവശ്യം നമ്മളെല്ലാം പഠിക്കണം. പക്ഷെ ATPനകത്തുള്ള എല്ലാ ഡിഡക്ഷൻസും നമ്മൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഇന്ന് ATPന്റെ ഡിഡക്ഷൻസ് ഫുള്ളും പറയും. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തിയറി ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ കോർ ഭാഗമായ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് എല്ലാ തവണയും ഒരു 2 മാർക്കിനും അതേപോലെ തന്നെ 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എൻറ്റിറ്റിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റേറ്റിനകത്ത് ആ ടൈമിനകത്ത് പ്രിവെയിൽ ചെയ്യുന്ന ഏതെങ്കിലും ലോ ഇൻ അണ്ടറിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും നമ്മൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കാം. സോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ്. അത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് 1912 സോ ഇനി ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത്, ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഇൻകം അപ് ടു 10,000 ആണ്. ഓക്കെ, അപ് ടു 10,000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. 10,000 എബവ് ആണ്, പക്ഷെ ഇറ്റ് ഇസ് അപ് ടു 20,000 ആണെന്നുണ്ടെങ്കിൽ അത് 20%. ഇൻകം എബവ് 20,000 ആകുമ്പോഴേക്കും അത് 30% ആകും. അതേപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് 20% തന്നെയാണ് ടാക്സ് റേറ്റ് വരുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ആപ്ലിക്കബിൾ ആണ്. സോ അടുത്തെന്ന് പറയുന്നത് ഡിഡക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിനകത്ത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണെന്ന് പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചാപ്റ്റർ 6A. സോ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് 80G ആണ്. നിങ്ങൾ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80G ഫെമിലിയർ ആയിരിക്കും. 80G എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ ആണ്. അടുത്തെന്ന് പറയുന്നത് 80GGA ആണ്. 80GGA എന്ന് പറയുമ്പോഴേക്കും സയന്റിഫിക് റിസർച്ചിനോ അല്ലാന്നുണ്ടെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിനോ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻസ്. 80GGC എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിന് നമ്മൾ നടത്തുന്ന കോൺട്രിബ്യൂഷൻസ്. 80IA എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആണ് IAനകത്ത് പറയുന്നത്. സോ അടുത്ത IAB എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, SEZനകത്ത് എൻഗേജ്ഡ് ആയിട്ടുള്ള അണ്ടർടേക്കിംഗിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഗെയിൻസ്.
അതേപോലെ തന്നെ 80IB എന്ന് പറയുന്നതും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അണ്ടർടേക്കിങ്ങിനകത്ത് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആണ്. 80IB എന്ന് പറയുന്നത് ഹൗസിംഗ് പ്രോജക്ട്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. 80IC എന്ന് പറയുന്നത് സർട്ടൺ സ്റ്റേറ്റ്സിന്, അതായത് സർട്ടൺ സ്റ്റേറ്റ്സിനകത്ത് നമ്മൾ പല പല അണ്ടർടേക്കിങ്സ് അവിടെ നടത്തുമ്പോഴേക്കും അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആണ്. സോ 80ID എന്ന് പറയുന്നത് ഹോട്ടൽസ്, കൺവെൻഷൻ സെന്റേഴ്സ് അവിടെ നിന്നൊക്കെ വരുന്ന പ്രോഫിറ്റ് ആണ്. അതേപോലെ 80IE എന്ന് പറയുന്നത് IE, ആ IEനകത്ത് തന്നെയുണ്ട് ഇ മീൻസ് നോർത്ത് ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഓക്കെ, നമ്മളുടെ അണ്ടർടേക്കിങ്സ് ഏതെങ്കിലും നോർത്ത് ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനകത്ത് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ്. 80JJA എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ട്, അതിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ അത് 80JJA. അടുത്ത 80JJAA എംപ്ലോയ്മെന്റ് ഓഫ് ന്യൂ എംപ്ലോയീസ്. 80P ആണ് നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, ദാറ്റ് ഇസ് ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 80P ആണ്. 80P എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറയട്ടെ, ദിസ് ഇസ് എ 15 മാർക്സ് ക്വസ്റ്റ്യൻ. സോ 80Pനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് ഇൻകം ഓഫ് ബാങ്കിങ് ബിസിനസ് ആണ്. സോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ മെമ്പേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാണ്. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് അവർക്ക്, അതായത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റോ ഗെയിനോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. എൻറ്റയർ പ്രോഫിറ്റ് ആണ് നമ്മൾക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത്. എത്ര രൂപയാണോ നമ്മൾ റിസീവ് ചെയ്യുന്നത്, നമ്മൾ മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി റിസീവ് ചെയ്യുന്നത്, അത്രയും കാശും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ഫസ്റ്റ് 80Pനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് ഇൻകം ഓഫ് ബാങ്കിങ് ബിസിനസ്. ഇൻകം ഓഫ് ബാങ്കിങ് ബിസിനസ് മീൻസ് the cooperative society is providing credit facilities to its members. സോ ഇതിന്റെ സെക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻകം ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രി. ഓക്കെ, ഇൻകം ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രി. സോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കോട്ടേജ് ഇൻഡസ്ട്രിയിൽ നിന്നും എന്തെങ്കിലും ഇൻകം കിട്ടിയാൽ അത് സെക്ഷൻ 8, അത് നമുക്ക് 80Pനകത്ത് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ നമുക്ക് എത്രത്തോളമാണ് ഡിഡക്ഷൻ എന്ന് ചോദിച്ചാൽ എൻറ്റയർ എമൗണ്ട്. ഓക്കെ, എൻറ്റയർ എമൗണ്ട് ഇസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. നമ്മൾക്ക് എത്രയാണോ ആ കോട്ടേജ് ഇൻഡസ്ട്രിയിൽ നിന്ന്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എത്രയാണോ ആ കോട്ടേജ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അത്രത്തോളം എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യാൻ പറ്റും. ലെറ്റ് ഇറ്റ് ബി 20,000, ലെറ്റ് ഇറ്റ് ബി 10,000, ദർ ഇസ് നോ ഇഷ്യൂ. അത്രയും കാശും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ എന്താണ് കോട്ടേജ് ഇൻഡസ്ട്രിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരു 15 മാർക്സിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ നിങ്ങൾ എഴുതണം. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിരിക്കും. അതിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ വർക്കേഴ്സ് എന്ന് പറയുന്നതും വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, വൺ വിച്ച് ഇസ് ക്യാരിഡ് ഓൺ സ്മോൾ സ്കെയിൽ and a few number of workers എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ സെയിൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഒന്നുമല്ല, only a limited amount of turnover. So the next one is not required to be registered under the Factories Act. A cottage industry എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫാക്ടറീസ് ആക്ടിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആക്ടിവിറ്റീസിനകത്ത് നോർമലി ആരാണ് എൻഗേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനകത്ത് മെമ്പേഴ്സും അതേപോലെ തന്നെ അവരുടെ ഫാമിലീസും ആയിരിക്കും അത് യൂഷ്വലി അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ സൊസൈറ്റി. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഇവരുടെ ഇൻകം ആകുള്ളൂ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഇൻകം ആകുള്ളൂ. ഓക്കെ, സോ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ബൈ ദ സൊസൈറ്റി. അടുത്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി, ദ മെമ്പർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ക്യാരി ഓൺ ചെയ്യുന്നത് അത് അവരുടെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ആരാണ് മെമ്പർ? ഹൂ ഇസ് എ മെമ്പർ? മെമ്പർ എന്ന് പറയുമ്പോഴേക്കും സൊസൈറ്റിന്റെ ഷെയർ ഹോൾഡറിനെയാണ് നമ്മൾ മെമ്പർ എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ചെയ്യാം, പ്രൊഡക്ഷൻ ചെയ്യാം, പ്രോസസ്സിംഗ് ചെയ്യാം. ഓക്കെ, അത് ട്രേഡ് മാത്രമായിരിക്കരുത് അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, they should be engaged in manufacturing, production or processing. Okay, it should not be engaged in trade alone. അവര് ട്രേഡ് മാത്രമല്ല അവർ എന്ത് ചെയ്യേണ്ടത്, അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് അവർ മാനുഫാക്ചർ ചെയ്യണം, പ്രൊഡക്ഷൻ ചെയ്യണം, അറ്റ് ദ സെയിം ടൈം they should be doing some processing. സോ ഇതാണ് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ കോട്ടേജ് ഇൻഡസ്ട്രീന്റെ പ്രത്യേകത എന്താണ്? അതിൽ നിന്ന് നമ്മൾക്ക് ഫുൾ എമൗണ്ടും എന്തായിട്ട് കിട്ടും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. സോ ദ നെക്സ്റ്റ് വൺ ഇസ് income from marketing agricultural produce. This is a code. Agriculture എന്ന് നമ്മൾ കണ്ടാല് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ ഡിഡക്ഷൻ ആണ് കൊടുക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് അത് അങ്ങോട്ടേക്ക് കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻകം ഫ്രം മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യാണ്? ദേ ആർ മാർക്കറ്റിംഗ്. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഫുള്ളി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ആരുടേതായിരിക്കണം? മെമ്പേഴ്സിൻ്റെതായിരിക്കണം. ഓക്കെ, ഇതെന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രോൺ ബൈ ദ മെമ്പേഴ്സ്. ഇതെല്ലാം വളർത്തിയെടുത്തത് ആരായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ബൈ ദ മെമ്പേഴ്സ്. രണ്ടാമത്തത് വീണ്ടും അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചർ എന്ന് കണ്ടാലേ അറിയാം ഇറ്റ് ഇസ് ഡിഡക്ഷൻ. അതേപോലെ തന്നെ എന്തായിരിക്കും? ഫുൾ ഡിഡക്ഷൻ ആയിരിക്കും അഗ്രികൾച്ചറിന് അവൈലബിൾ ആയിട്ടുള്ളത്. So, income from purchase and sale of agriculture implements. Okay, നമ്മൾക്ക് എന്താണ്? അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സിന്റെ പർച്ചേസിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസിൽ നിന്നോ നമുക്ക് എന്ത് കിട്ടുന്നു? വി ആർ ഗെറ്റിംഗ് സം ഇൻകം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് സീഡ്സ് ആകാം, ലൈഫ് സ്റ്റോക്ക് ആകാം, അങ്ങനെയുള്ള അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടുന്നു? വി ആർ ഗെറ്റിംഗ് സം ഇൻകം. ഫുൾ ഡിഡക്ഷൻ ആണ് അവൈലബിൾ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെന്താണ്? ഇറ്റ് ഷുഡ് ബി ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അടുത്ത വീണ്ടും നമ്മൾക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം അഗ്രികൾച്ചർ. ഓക്കെ, ഇൻകം ഫ്രം പ്രോസസിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഓക്കെ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അതായത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ് ചെയ്യുന്നു. നമ്മൾ മീൻസ് ഇറ്റ് ഇസ്, ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ് ഇസ് ദ സൊസൈറ്റി. സോ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതെന്താണ്? ഫുൾ ഡിഡക്ഷൻ ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഫോർ പ്രോസസിംഗ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പവർ യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നമ്മൾ പ്രോസസിംഗിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? വി ഷുഡ് നോട്ട് യൂസ് പവർ. സോ അടുത്തെന്ന് പറയുന്നത് കളക്ടീവ് ഡിസ്പോസൽ ഓഫ് ലേബർ. സോ കളക്ടീവ് ഡിസ്പോസൽ ഓഫ് ലേബർ അതായത് ബേസ്ഡ് ഓൺ ലേബർ കോൺട്രാക്ട് നമുക്ക് എന്തുണ്ട്? കളക്ടീവ് ഡിസ്പോസൽ ഓഫ് ലേബർ. സോ അതിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണ്, സൊസൈറ്റിക്ക് നമുക്ക് ഇൻകം കിട്ടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ 80P നമ്മൾക്ക് എന്തുണ്ട്? ഡിഡക്ഷൻ ഉണ്ട്. ഫുൾ ഡിഡക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻകം ഫ്രം ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. ഫിഷിംഗിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസിൽ നിന്നോ നമ്മൾക്ക് ഇൻകം കിട്ടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡിഡക്ഷൻ. എൻറ്റയർ ഇൻകം സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം. സോ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രൈമറി സൊസൈറ്റി. ഓക്കെ, ഇൻകം ഓഫ് എ പ്രൈമറി സൊസൈറ്റി. ഒരു പ്രൈമറി സൊസൈറ്റിക്ക് ഇൻകം കിട്ടുന്നു ഫ്രം വേർ? ഹൂസ് എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് മിൽക്ക്, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്. ഓക്കെ, അവരുടെ പ്രൈമറി സൊസൈറ്റി എന്തിനകത്താണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്? ദേ ആർ എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് മിൽക്ക്, ഓയിൽ സീഡ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ്. അവർക്ക് എന്താണ്? ഫുൾ ഡിഡക്ഷനും കൊടുക്കാം. അതിൽ നിന്ന് എത്രത്തോളം ഇൻകം കിട്ടുന്നു അത്രത്തോളം എന്തുണ്ട്? ഡിഡക്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഷുഡ് ബി എ പ്രൈമറി സൊസൈറ്റി ഹൂസ് എൻഗേജ്ഡ് ഇൻ സപ്ലൈയിങ് മിൽക്ക്, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്. ഇതൊരു പ്രൈമറി സൊസൈറ്റി ആയിരിക്കണം. അവരെന്തായിരിക്കണം ചെയ്യുന്നത്? മിൽക്കോ, ഓയിൽ സീഡ്സോ, ഫ്രൂട്ട്സോ, വെജിറ്റബിൾസോ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. So, milk, oil seeds, fruits or vegetables are grown or raised by the members of the society. ഇതെല്ലാം മെമ്പേഴ്സിന് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ ആദ്യം തൊട്ടേ പറയേണ്ടതായിരുന്നു. ഞാൻ എല്ലാത്തിനകത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാം എന്തായിരിക്കണം? മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, മെമ്പേഴ്സിന് വേണ്ടിയിട്ടായിരിക്കണം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. സോ ഈ
മിൽക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ സീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തോ ആവട്ടെ, അത് ഗ്രോ ചെയ്യുന്നതും റേസ് ചെയ്യുന്നതും ആര് തന്നെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിന്റെ മെമ്പേഴ്സ് തന്നെ ആയിരിക്കണം. So milk, oil seeds, fruits or vegetables are supplied to a federal cooperative society, the state government, local authority, government company or a statutory corporation. Okay, അതാണ് അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ മിൽക്കോ ഓയിൽ സീഡ്സോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ആർക്കായിരിക്കണം സപ്ലൈ ചെയ്യുന്നത്? ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ലോക്കൽ അതോറിറ്റിക്കോ ഗവൺമെന്റ് കമ്പനിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനോ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഫുൾ ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. So the next one is income from other activities. Okay, income from other activities എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്ര നേരം പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടൈലിന്റെ ബിസിനസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻറ്റീന്റെ ബിസിനസ് ഉണ്ട്. ഓക്കെ, ഇതൊന്നും നമ്മള് മേളിൽ പറഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്നത് അതർ ആക്ടിവിറ്റീസ് ആയിട്ടാണ്. ഓക്കെ, ആ അതർ ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾക്ക് ഇൻകം കിട്ടിയാൽ നമ്മൾക്ക് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. ഓക്കെ, അതർ ആക്ടിവിറ്റീസിനകത്ത് എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് ചെയ്താൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് 50,000 ആണ്. സോ ഈ 50,000 അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഓക്കെ, സോ ഒരു അതർ ഇൻകം, അതർ ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾക്ക് ഇൻകം കിട്ടിയാൽ നമ്മൾക്ക് എത്ര രൂപയാണ് ഡിഡക്ഷൻ ഉള്ളത്? 50,000. ഇറ്റ് ഈസ് ഫോർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. പക്ഷെ ഇഫ് ഇറ്റ് ഇസ് എ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓക്കെ, അത് കൺസ്യൂമേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. സോ അതൊരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 50,000 അല്ല ഡിഡക്ഷൻ. അവർക്കുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 lakh. ഓക്കെ, ഇറ്റ് ഈസ് 1 lakh. സോ അതേപോലെ തന്നെ അടുത്ത് പറയുന്നത് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വേറൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിനകത്ത് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഫ്രം ദ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഡിഡക്ഷൻ അവൈലബിൾ ആണ്. ഇനി ഗോഡൌൺസ് എന്ത് ചെയ്യുന്നു? ലെറ്റ് ഔട്ട് ചെയ്യുന്നു. വെയർ ഹൗസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റി ലെറ്റ് ഔട്ട് ചെയ്യാണ്. ഗോഡൌൺസ് ആയിട്ടോ വെയർ ഹൗസ്, അതായത് സ്റ്റോർ ചെയ്യാൻ, പ്രോസസ് ചെയ്യാൻ, ഫെസിലിറ്റേറ്റ്, അതായത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കമ്മോഡിറ്റീസിന്റെ, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ഗോഡൌണോ ഒക്കെ നമ്മൾ കൊടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് റെന്റ് കിട്ടിയാൽ അത് ഫുള്ളി എന്താണ്? ഡിഡക്ഷൻ ആയിട്ട്, അതായത് റെന്റ് അല്ല ഇൻകം ആണ്. ഓക്കെ, റെന്റ് ആൻഡ് ഇൻകം ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പ്രോബ്ലം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഓക്കെ, അതെന്താണ്? ഇറ്റ് ഈസ് ഫുൾ ഡിഡക്ഷൻ. ഇനി ഇൻകം ഓൺ സെക്യൂരിറ്റീസ് ഓർ ഇൻകം ഫ്രം പ്രോപ്പർട്ടി. നമുക്ക് ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റീസിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയാലോ അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടിയാലോ എന്ത് ചെയ്യാം? നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 20,000. 20,000 താഴെയാണ് നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് അവൈലബിൾ ആയിട്ടുള്ളത്? ഡിഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പറഞ്ഞത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു. അടുത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ടാക്സ് റേറ്റ് പറഞ്ഞു. പിന്നെന്താണ്? ഡിഡക്ഷൻസ്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ, അതായത് എക്സ്ക്ലൂസീവ്ലി 80p ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം എന്താണ്? 80p എന്ന് പറയുന്നത് 15 മാർക്സിനോ 4 മാർക്സിനോ ചോദിക്കാം. അറ്റ് ദ സെയിം ടൈം 80p അറിയാമെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അടുത്ത വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കമ്പ്യൂട്ടേഷൻ ആയിരിക്കും. ഇതെല്ലാം 80p നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് വരിക, എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡിനകത്ത് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് സ്പീഡിൽ ചെയ്യാനും പറ്റുള്ളൂ. സോ അടുത്ത വേറൊരു കാര്യം പറയേണ്ടത്, കമ്പ്യൂട്ടേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കമ്പ്യൂട്ടേഷൻ എല്ലാ തവണയും 15 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക.
അത് ആക്ച്വലി ഞാൻ ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. അതേപോലെ അടുത്ത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോസ് ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കണം. ഓക്കെ, താങ്ക്